നമസ്കാരം. കേരള കോളിംഗ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളവർ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, നിങ്ങൾ കുറച്ച് പേര് കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, കുറച്ച് പേര് എന്നെ കാണുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് നമ്മൾ എത്തും താമസിക്കാതെ അതിൻ്റെ രീതികളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ പാറശാല പരിസരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ പൊഴിക്കര, പൊഴിയൂർ പൊഴിക്കര, അവിടെയാണ് നമ്മൾ ലാസ്റ്റ് ബീച്ചൊക്കെ എടുത്ത് നിന്നത്. അതുപോലെ മറ്റൊരു പൊഴിക്കരയിലാണ്, പറവൂർ പൊഴിക്കര. അങ്ങോട്ട് പോകുന്ന വഴി ഓൺ ദ വേയിലാണ്. പറവൂർ പൊഴിക്കരയിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഉണക്കമീൻ, നല്ല മീൻ ഉണക്കമീൻ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ്. ആ ഉണക്കമീൻ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു രീതികളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടയ്ക്ക് ഇറങ്ങി. നമുക്ക് അതങ്ങോട്ട് പോകാം. ബാ. പേര് ഷാജി. ഈ നമ്മുടെ പറവൂർ പൊഴിക്കര ആണ് ഈ സ്ഥലം. ബീച്ച് സൈഡിലാണ്. നല്ല വ്യത്യസ്തങ്ങളായ ഉണക്ക മീനുകളാണ് വിൽക്കുന്നത് പ്രധാനമായിട്ടും, അല്ലേ? എത്ര വർഷമായി ഇവിടെ ഇവിടെ താമസിക്കുന്നത്? അപ്പൊ ഈ ഉണക്കമീനിന്റെ പരിപാടി, ഉണക്കമീൻ മാത്രമേ ഉള്ളൂ നമ്മുടെ? അതെ, എന്തായാലും മീനുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണ്. അപ്പോൾ ഈ ഉണക്കമീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ എങ്ങനെ ഇറങ്ങി? അത് ഇതിൻ്റെ മീൻ ഉണക്കി അപ്പൊ ഒരു കാര്യം ചെയ്യും, മൈക്ക് അണ്ണന്റെ ശബ്ദം ഇച്ചിരി കുറവായതുകൊണ്ട് മൈക്ക് ഇരിക്കട്ടെ. കുറച്ച് കൊഞ്ച് ഉണക്കി വെച്ചപ്പോഴേ ചെമ്മീൻ ഉണക്കി വെച്ചാൽ സെയിൽ പോയി, നന്നായിട്ട് പോയി. അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് വേറെ ഒന്ന് രണ്ടായിട്ടും കൂടെയൊക്കെ അതിൻ്റെ കൂടെ ആക്കാം. അപ്പോഴ് കുറച്ചും കൂടെ ഒക്കെ കൂടുതലൊക്കെ ആയപ്പോൾ ഇപ്പൊ നമ്മളിവിടെ ചെറിയ കാരല് ഉണങ്ങിയത് നല്ല പച്ചക്കാരലാണ്. ഇതിന്റെ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല പച്ചക്കാരലാണ് ഉണങ്ങിയത്. ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിച്ച് ഉണക്കുന്നത്. നമുക്ക് ഉണങ്ങാൻ വേറെ സ്ഥലമുണ്ട്, വലിയ കൂടുതലുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ സൈറ്റ് നെറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇതങ്ങനെ ആദ്യം മീൻ പിടിച്ചോണ്ട് വന്ന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഇതെല്ലാം നാച്ചുറലായിട്ട് എല്ലാ അഴുക്കും കളഞ്ഞാണ് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കും. അത് ഇതിനകത്തിന് ഒരു അഴുക്ക് പോലും കാണാനില്ല. നമ്മൾ കറി വയ്ക്കുമ്പോൾ പോലും ചിലപ്പോൾ എന്തെങ്കിലും അഴുക്കുകളാണ്. ഇത് അത്രയും ഇല്ലാതെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി. അത് ചേട്ടനും അല്ല ഇവിടെ ഉണ്ട്, കുടുംബപരമായിട്ടുള്ള ബിസിനസ്സാണ്. കട്ട് ചെയ്ത് കൊടുക്കുന്നു, വൈഫ് വൃത്തിയാക്കുന്നു, തിരിച്ച് വാങ്ങിക്കുന്നു, നമ്മൾ ഉണക്കുന്നു. അങ്ങനെയാണ് പരിപാടി. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ വേറെ മീനായിട്ട് തോന്നും, പക്ഷേ ഇത് അളിയൻ വാളയാണ്. വാള ഉണക്കിയതാണ്. അതായത് വളരെ നീറ്റായിട്ട് കൃത്യമായിട്ട് ഉണക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞാൽ മീനെടുത്താലൊന്നും കയ്യിലൊന്നും വലിയ സ്മെല്ലൊന്നും ഇല്ല, അത്ര ക്ലീനാണ്. ഇത് ഉപ്പിട്ട് വാഷ് ചെയ്യും, അല്ലേ? അങ്ങനെ ഉപ്പിടും. ഉപ്പിന്റെ ഒരു അംശമുണ്ട്. അത് ഉപ്പ് കുറച്ചിടും, കൂടുതലിടും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ എങ്ങനെ? നോർമലി ഉപ്പ് കൂടുതലിടുമ്പോൾ കൂടുതൽ നാളിരിക്കും. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പം കസ്റ്റമറിനൊന്നും കൂടുതൽ ഉപ്പ് വേണ്ട. BP ഉണ്ട്, എല്ലാവരും BP ഒക്കെ ഉണ്ട്. ഉപ്പ് ഒഴിച്ചുകൂടാതെ ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അപ്പം കുറച്ച് നോർമലായിട്ട് ഉപ്പിട്ട് കിട്ടുന്നത്. വേറെ എവിടെയും കിട്ടുന്ന ആരും പാടായിരിക്കുന്നത്. അത് വേറെ ഉപ്പാണ്. അത് ഒരു മീൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ 3 മീനിന്റെ വെയിറ്റ് ആണ്. അത് വേറെ ഉപ്പാണ്. ഉപ്പിന്റെ വെയിറ്റും ഉണ്ട്, പിന്നെ ടേസ്റ്റും. അത് ചീത്തയാകത്തില്ല, കുറയാതിരിക്കും. പക്ഷെ ഇതില് കുറച്ച് ഉപ്പായെടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നാൾ ഇരിക്കത്തില്ല. പക്ഷേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഐഡിയകളൊക്കെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രീതി അവർ ചെയ്യും. ഇരിക്കാൻ എന്ത് ചെയ്യണം? അവര് ഈ ഒരു കവറിനകത്ത് കേട്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ ഡോറിനെ വെച്ചിരുന്ന അത് ഇരിക്കുകയും ചെയ്യും. നല്ലോണം പാക്ക് ചെയ്തല്ലേ? ഈ 3/4 ഭാഗത്ത് ഉണക്കി കഴിക്കുമ്പോൾ ടേസ്റ്റും കിട്ടും. കൂടുതൽ ഉണങ്ങി കഴിഞ്ഞാൽ വിറവുള്ളി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ്, ഉപ്പിന്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അത് അധികം ടേസ്റ്റ് നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും, അല്ലേ? ഈ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇതിന്റെ ഒരു മീനിന്റെ അതേ ഒരു പച്ചമീനിന്റെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ മീനുകളെല്ലാം. ഇത് പിന്നെ നല്ല സെയിലാണ് ഇവിടെ.
ഞാൻ നോക്കിയെടുത്തോളം നമ്മള് ഇപ്പം കുറച്ച് നാളാണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നമ്മള് മീൻ വാങ്ങിക്കുക, ഉണക്കുക, വിൽക്കുക, കാശാക്കുക. നമ്മള് കുറെ കസ്റ്റമറുണ്ട്, നമ്മൾ അറിയുന്നവരോട് വരും, സ്ഥിരം വാങ്ങിച്ചു എനിക്ക് വാങ്ങുന്നവര് പിന്നെ ഇതുവഴി പാസ് ചെയ്യുന്നവർ ഇപ്പൊ ഒരുപാട് വണ്ടികൾ ഈ റോഡ് വന്നതിന് ശേഷം തിരക്ക്. അപ്പൊ അതിലൂടെ വരുന്നവരൊക്കെ നിർത്തി ഇതുപോലെ വാങ്ങിക്കാറുണ്ട്. അതായത് ഈ നിർത്താനുള്ള ഇടവും കുറവായതുകൊണ്ട് കയ്യിൽ അങ്ങനെയും പോകുന്നു. അതെ, നിർത്താൻ പറ്റാതെ വലിയ കാറും വണ്ടിയിൽ നിർത്താൻ പറ്റുന്നില്ല, അതെ അതെ. ഭയങ്കര തിരക്കാവും. പിന്നെ കാശൊക്കെ എങ്ങനെ മീനിന്റെ ലഭ്യത അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അല്ലേ? അങ്ങനെയാണോ? അതാ മീൻ എങ്ങനെ നമ്മൾ കിട്ടുന്നത്, പച്ചക്കോളിന് എങ്ങനെ കിട്ടുന്നത് ആ രീതിയിൽ നമുക്കൊരു ശതമാനം ലാഭം എടുത്ത് കൊടുക്കും. അപ്പൊ മീൻ എന്തായാലും വില കുറച്ച് കിട്ടുമ്പോൾ കുറഞ്ഞ കാര്യം, അതെ അതെ അതെ. കൂടിയ വിലയ്ക്ക് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കൊഞ്ചിപ്പ ഇല്ലല്ലേ? കൊഞ്ചുണ്ട്, ചെമ്മീനുണ്ട്. ഇവിടെ ഉണ്ട്. അത് നമ്മൾ മൂടി വെച്ചേക്കാം. ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാം. പറഞ്ഞ് മനസ്സിലായ? ഇതല്ലേ? ഇതായാലും ഇത് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഇത് ചമ്മന്തി പൊടിക്കാൻ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൂടി വെച്ചേക്കുന്ന കാരണം വെച്ചാൽ പൊടി പറ്റത്തില്ല, വണ്ടി 1000 വണ്ടി പോകും. അപ്പൊ ഇത് പൊടി പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചിട്ട് ഇത് കഴുകാതാണല്ലോ എടുക്കുന്നത്? കഴുകാതെ ചമ്മന്തി പൊടിക്ക് എടുക്കാം. അത്രയ്ക്ക് നാച്ചുറലായിട്ട് കഴുകി നമ്മൾ പൊടി പോലും പറ്റാതെ എടുക്കുന്നതാണ്. മണ്ണൊന്നും കാണത്തില്ല, മണ്ണും പൊടിയൊന്നും കാണുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് കിലോ? ഞാൻ ഉണക്കുന്ന സൈറ്റ് അപ്പുറത്തുണ്ട്, പിന്നെ തറയിലൊന്നും ലേറ്റർ റോഡ് സൈഡിൽ. ഇതിപ്പോ 5-6 ഉള്ളു, അതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. കൂടുതലുള്ളപ്പോൾ അപ്പുറത്തെ ബാഗിലാണ്, ആ പൊടിയൊന്നും പറ്റത്തില്ല. തട്ടിന്റെ പുറത്ത് നിങ്ങൾ അപ്പുറത്ത് പോവുകയാണെങ്കിൽ അത് കാണാം, അത് നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ഈ മീൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. മീനിന്റെ കാര്യങ്ങളല്ല, 4-5 വർഷമായിട്ട് ഉണക്കമീൻ ഇവിടെ വിൽക്കുന്നു. കാണുന്നവർക്ക് മനസ്സിലാകും. വരവൂർ പൊഴിക്കര സൈഡിൽ ഈ ഒരു വളമുണ്ട്, ആ വളവ് സൈഡിൽ തന്നെ ഈ മീൻ കാണാം. അതിന്റെ കൂടെ അത്യാവശ്യം നിങ്ങൾ നോക്കണം, ഈ മീനിന്റെ ഗ്ലാമറും വേറെ ഒരുപാട് സ്ഥലത്ത് മീൻ വെച്ചേക്കുന്നത്. നല്ല ഗ്ലാമറുള്ള മീനാണ് ഇവിടെ ഇരിക്കുന്നത്. നോക്കിയാൽ മതി, നല്ല സുന്ദരി തമന്ന മീൻ, തമന്ന വാള എന്ന് പറയുന്നത്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള മീനാണല്ലേ? ഓക്കെ, അയില ഇതിപ്പം കുറച്ചുകൂടെ ഉണങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ടുപോകും. അതെ അതെ, അയില ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പെട്ടെന്ന് ചൂടോടുകൂടി മീനങ്ങ് പോകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല മീൻ മാത്രമല്ല, ഇടയ്ക്ക് നിർത്തിയ സ്നാക്സും വെള്ളവും അര ഉണക്കായി കഴിഞ്ഞാൽ അവർ പറയും അവർ കൊണ്ട് ഉണങ്ങി കിടത്തോളാം, ബാക്കി ഉണങ്ങി പോകണം. അതെ അതെ, കിട്ടിയാൽ മതി അവർക്ക്. അപ്പൊ ഇത്ര അഴുക്കുകളെ ആരും ചെയ്ത് കൊടുക്കൂല. വളരെ നീറ്റാണ് പറഞ്ഞത്. ശരിയാണ്, ഇതുണ്ടല്ലേ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതിനകത്ത് നമുക്ക് ഒരു തരി അഴുക്ക് കാണാനില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. അപ്പൊ അക്കാര്യത്തിൽ വേറെ എവിടെ നിന്നെങ്കിലും മീൻ വാങ്ങിച്ചു നോക്കാം, അതിന്റെ അഴുക്കും കുറവും എല്ലാം അവിടെ കാണും. കാരണം എന്ന് വെച്ചാല് അവര് ഈ തൂക്കിയാണ് കൊടുക്കുന്നത് മീൻ. അപ്പൊ വെയിറ്റിന് വേണ്ടിയിട്ട് അതൊന്നും ഇളക്കത്തില്ല, വേറെ ഉപ്പാണ് അത്. ഒരു മീൻ എടുക്കുമ്പോൾ 4 മീനിന്റെ വെയിറ്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ സംഭവം മീൻ നമുക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉണക്കമീൻ കണ്ടപ്പോൾ നിർത്തിയത് വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ വാങ്ങിച്ച മീനിങ് അന്ന് ഇല്ല, ഈ ഗൾഫുകാർക്കൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ പാക്ക് ചെയ്തൊക്കെ ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ. അതെ, വിദേശത്ത് പോകുന്നവർക്ക് എല്ലാ സംവിധാനം ഗൾഫുകാർക്ക് ഈ ഉണക്കമീനൊക്കെ എന്ന് പറയുന്ന നൊസ്റ്റാൾജി ഐറ്റമാണ്. അവിടെയൊക്കെ കിട്ടുമെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ച് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചാൽ എത്ര ആൾ വേണമെങ്കിലും ഇരിക്കും, ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ വേണമെന്നനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് കണ്ട് കൊള്ളാൻ വൃത്തിയായിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി ഇതുവഴി പാസ് ചെയ്യുന്ന കൊല്ലം പരവൂർ പൊഴിക്കര ഈ തീരദേശ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൂലയ്ക്ക് കടയ്ക്ക് പേരെല്ലാം ഇട്ടിട്ടുണ്ട്. അവരുടെ കടയാണ്, നമ്മൾ 7-11 എന്നാണ് ആ കട. 7-11 എന്ന് പറയുന്ന കോഫി ഷോപ്പ് അതിനോട് ചേർന്നാണ്. കരിക്കും കിട്ടും, ദാഹവും മാറ്റി ഉണക്കമീൻ വാങ്ങിച്ചിട്ട് പോവാം. അതെ, അത് ഇവിടെ ഈ പരിസരത്തു നിന്നുള്ളതാണ്. ഇവിടെ തെങ്ങുകളെ ആവശ്യം പോലെ ഉണ്ട്. നമ്മളിപ്പോ കുടിച്ചത് ഇവിടെ. അപ്പോൾ സന്തോഷം ഷാജി, നമ്മൾ കച്ചവടം നന്നായിട്ട് നടക്കട്ടെ. ഞങ്ങൾ ഇതുപോലെ കാണുന്നിടത്തൊക്കെ പറയാം. ഇനി ഇത് കാണുന്നവർ ചിലപ്പോൾ വരും. ഞങ്ങൾ യാത്ര തുടരട്ടെ. നമ്മുടെ സാധനങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ നിങ്ങളിത് കാണണം കേട്ടോ, കണ്ടിട്ട് മറ്റുള്ളവരെ അറിയിക്കണം ഇവിടെ ഉണക്കമീൻ ഇങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നു കേൾക്കുന്നു എന്നുള്ളത്. അപ്പോൾ കേരള കാളിംഗ് നാളെ.